അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് അല്ലേ. അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ സ്മോക്ക്ഡ് പെരി പെരി മട്ടൻ ബിരിയാണി. അപ്പൊ എന്നെ മേമ ചിരിച്ചിട്ട് പറയട്ടാന്ന് പറയണത് തലമണ്ട ഒരട്ടടി. അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സ്മോക്ക്ഡ് പെരി പെരി മട്ടൻ ബിരിയാണി. അതായത് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ പെരി പെരി മസാലയില് മട്ടൻ ഫ്രൈ ചെയ്തുണ്ടാക്കണ സ്മോക്ക്ഡ് മട്ടൻ ബിരിയാണി. അപ്പൊ നമുക്ക് നമ്മുടെ പരിപാടിക്ക് പോയാലോ? വായോ, ട്രൈ ചെയ്യാം കൊളമാക്കാൻ പരമാവധി. അവിടെ ഒരാൾ നോക്ക്, നേരെ ഇവിടെ 1 2 3 അടിച്ചു തുടങ്ങിട്ട് ഞാൻ കുറച്ച് നേരമായിരുന്നു. വനദേവത ഉള്ളത് രാശി രാശി അല്ലമ്മ. അപ്പൊ നമ്മുടെ മട്ടനിലേക്കും ബിരിയാണിയിലേക്കും അപ്പൊ നമുക്ക് നമ്മുടെ മട്ടനും ബിരിയാണിയിലേക്കും ആവശ്യമുള്ള സ്പെഷ്യൽ പെരി പെരി മസാല എങ്ങനെ ഉണ്ടാക്കാന്നൊന്ന് നോക്കാം. അപ്പൊ നമുക്ക് കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ സാധാരണ മുളക് പൊടി, ഗാർലിക് പൗഡർ, കുരുമുളക് പൊടി, ഓണിയൻ പൗഡർ, കുറച്ച് ഒറിഗാനോ, നമ്മുടെ ചില്ലി ഫ്ലേക്സ്, അവസാനമായിട്ട് കുറച്ച് ബ്രൗൺ ഷുഗർ. ഇനി നമുക്ക് നമ്മുടെ ഈ പൊടികളെല്ലാം ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പൊ നമുക്ക് നമ്മുടെ ഈ പെരി പെരി മിക്സിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ഇടാം. അപ്പൊ നമ്മുടെ പെരി പെരി മസാല ഇവിടെ ശരിയായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മട്ടൻ നല്ലൊരു തിക്ക് ഗ്രേവിക്ക് വേണ്ടിയിട്ട് സബോളയും തക്കാളിയും പച്ചമുളകും ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. എനിക്ക് 26, എനിക്ക് 35, എനിക്ക് 54. അപ്പൊ ഞാൻ മേമേനെക്കാട്ടിലും വലുതായി. അപ്പൊ എനിക്ക് ചേട്ടാന്ന് വിളിക്കാം. പിന്നെ ഞാൻ ഈ ബീം ബാഗിന് എണ്ണങ്ങ വേണ്ട, സന്ധ്യയായില്ല ഓൾറെഡി. അയ്യോ, അച്ഛാന്ന് വിളിച്ചിട്ട് അമ്മ ടെററാവും. അപ്പൊ ഞാൻ ഈ ചാനലിൽ നിന്ന് ഞാൻ റിട്ടയർമെന്റ് മേടിച്ചിട്ട് VRS എടുത്തിട്ട് നിന്നെയൊക്കെ പിടിച്ചതിലിടും. മോന്ത കണ്ടില്ലല്ലോ. അപ്പൊ വൃത്തികെട്ട എന്ത് സാധനം വന്നാലും കുഴപ്പമില്ല. പിന്നെ തന്തയായ നീയായിരിക്കും ഇതിന്റെ മെയിൻ സാധനം. ഞാൻ ആ മീൻ ബാഗിൽ ഇരുന്നിട്ട് ഇങ്ങനെ പറഞ്ഞത് അങ്ങനെയല്ലടാ രാഹുലേ, പെരി പെരി വന്നിട്ടില്ലടാ രാഹുലേ. അപ്പൊ അങ്ങനെയല്ല കഴിക്കാണ്ടെന്ന് ഞാൻ പറയും. ഇതൊരു കാണുമ്പോ രസം. അപ്പൊ ശരിട്ടാ ഇനി ഞാൻ അവിടെ ഇരിക്കാം നിന്നിട്ട്. വൃത്തി കെട്ടവനെ, ഇതാണടാ നിന്റെ ഉണ്ടാക്കല്. നീ അരിയിടാൻ മര്യാദക്ക്. ഈശ്വര, എനിക്ക് അങ്ങനെ ഒരു ദിവസം വരത്തണേ ഭഗവാനെ. പച്ചമുളക് തന്തയും തോന്നുന്നുണ്ട്. എന്റെ എന്ത് സാധനങ്ങൾ കണ്ടിട്ട് ആൾക്കാർ ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമായി മതി അല്ലേ. ഇളക്കി മറിക്കണം, യോജിപ്പിക്കണം. അതോടുകൂടി സ്മോക്കും പോയി, പെരി പെരിയും പോയി, അതും പോയി, ഇതും പോയി. ഈ എപ്പിസോഡ് നമുക്ക് മാക്സിമം എന്താക്കി മാറ്റണം, ചാവാക്കി മാറ്റണം. ഇപ്പൊ അവന് ട്രൈപോഡ്, റിംഗ് ലൈറ്റ്, വലിയ ഡയറക്ടറായിപ്പോ കസാരയും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പക്ക ഡയറക്ടറായി. നീ പറഞ്ഞ തൊപ്പി കൂടി ശരിക്കായി. അപ്പൊ നമുക്ക് നമ്മുടെ ബിരിയാണിയുടെ പരിപാടിയിലേക്ക് ഒന്ന് കിടക്കാം. ഇനി നമുക്ക് കുറച്ച് ഓയിൽ ഒഴിക്കാം. അതിനുശേഷം കുറച്ച് നെയ്യ്, പിന്നെ പട്ട, കറിയാമ്പൂ, ഏലക്ക, ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. അപ്പൊ നമ്മുടെ മട്ടൻ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൈമ റൈസ് ആണ് എടുത്തിട്ടുള്ളത്. 2 ഗ്ലാസ് റൈസ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് അതിൽ ഇരട്ടി വെള്ളം ഇട്ടിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. റൈസ് ഒന്ന് ഈ മസാലയിലേക്ക് ഒന്ന് യോജിപ്പിച്ചു കൊടുക്കാം. ഇനി നമുക്ക് വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് റൈസിലേക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം.
അപ്പൊ നമുക്ക് നമ്മുടെ മട്ടൻ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പൊ നമുക്ക് നമ്മുടെ മട്ടൻ ഒന്ന് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് വേവിച്ചെടുക്കാം. അപ്പൊ നമ്മുടെ മട്ടൻ ഇവിടെ നല്ല രീതിക്ക് സെറ്റ് ആയിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പെരി പെരി മസാല ഇട്ടൊന്ന് മിക്സ് ചെയ്ത് ഫ്രൈ ചെയ്ത് സ്പെഷ്യൽ രീതിക്ക് ഒന്ന് സ്മോക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ബിരിയാണി ഒന്ന് മാഗ്നേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓയിൽ ഒഴിച്ച് കുറച്ച് സബോള വറുത്തെടുക്കാം. അപ്പൊ നമ്മുടെ സബോള ഒന്ന് മൊരിഞ്ഞു വരുന്ന നേരം കൊണ്ട് നമുക്ക് മട്ടൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ മട്ടൻ വറുത്ത് വെച്ച അതേ എണ്ണയിലേക്ക് സബോളയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും തക്കാളിയും എല്ലാം ഇട്ടിട്ട് ഒരു പേസ്റ്റ് ആക്കിയിട്ട് എടുക്കാം. അപ്പൊ നമ്മുടെ സബോളയും ഇഞ്ചി വെളുത്തുള്ളി പിന്നെ തക്കാളി അല്ല പച്ചമുളക് ഒക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ പെരി പെരി മസാല ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടാ. ഈ തക്കാളിയും കൂടി ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ മട്ടൻ ഒന്ന് സ്മോക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ചീഞ്ചട്ടിയിലോട്ട് കുറച്ച് ബട്ടർ ഒന്ന് ഇങ്ങനെ പരട്ടി കൊടുക്കാം. നമുക്ക് നമ്മുടെ മട്ടൻ ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിന്ന് സ്മോക്ക് ഒന്ന് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ബട്ടർ നമ്മളുടെ ഈ ചാർക്കോളിന്റെ മുകളിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. നമുക്ക് ഈ സ്മോക്കി ഫ്ലേവർ കിട്ടാൻ വേണ്ടി ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. അപ്പൊ നമ്മുടെ സ്മോക്ക് ചെയ്ത് വെച്ച നമ്മുടെ മട്ടണിലേക്ക് നമ്മുടെ പെരി പെരി ഗ്രേവിയും കൂടി ഒന്ന് ആഡ് ചെയ്തിട്ട് ഒന്ന് സെറ്റ് ആക്കിയിട്ട് എടുക്കാം. ഇനി നമുക്ക് നമ്മുടെ പെരി പെരി മസാല ഇതിന്റെ മുകളിലേക്ക് ഒന്ന് വെതറിട്ട് കൊടുക്കാം. അപ്പൊ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ സ്മോക്ക്ഡ് പെരി പെരി മട്ടൻ ബിരിയാണി ഇവിടെ സെറ്റ് ആയി. ഇനി പ്ലേറ്റ് ചെയ്യാൻ ഇനി നമുക്കിത് നല്ല രീതിക്ക് ഒന്ന് പ്ലേറ്റ് ചെയ്യാം. അപ്പൊ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ സ്മോക്ക്ഡ് പെരി പെരി മട്ടൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പൊ നമ്മളുടെ നോമ്പിന്റെ ഒക്കെ സീസൺ ആയതുകൊണ്ട് എല്ലാവർക്കും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. നല്ല ഫ്ലേവറും എല്ലാം ഉള്ള നല്ലൊരു ഡിഷാണ്. അപ്പൊ നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ? പീസ് എടുക്കില്ല നല്ലോണം മസാല അഭിപ്രായം രേഖപ്പെടുത്തുക. അടിപൊളി. പറയട്ടെ അങ്ങോട്ട് പറട്ടെ. ആ പിന്നെ നല്ല ഗ്രേവി എങ്ങനെയുണ്ട്? ഗ്രേവി നല്ല ടേസ്റ്റ് ഉണ്ടോ? ഇഷ്ടായ? അടിപൊളിയായിട്ടില്ലേ? അപ്പൊ എല്ലാവരും ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനല് കാണാത്തവരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യാ. Like, share, subscribe.